ഓം നമ ശിവായ. ഓം നമ ശിവായ. ഓം നമ ശിവായ. ജനനത്തിന്റെയും ജീവിതത്തിന്റെയും മരണത്തിന്റെയും ഒരുപാട് നിഗൂഢതകൾ അന്വേഷിച്ചുള്ള ഒരു യാത്ര തുടങ്ങിയിട്ട് ഏറെ വർഷങ്ങളായി. ഈ യാത്രയുടെ ഒരു പരിസമാപ്തി എന്ന് പറയാൻ പാടില്ല, എന്നാലും അതിന്റെ ഒരു വഴിത്തിരിവിൽ എത്തി നിൽക്കുന്നതാണ് ESP പാരാനോർമൽ അതീന്ദ്രിയം എന്ന ചാനൽ. അതിലൂടെ ധാരാളം ഇങ്ങനെയുള്ള വിഷയങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്യുകയും ചെയ്തു. എന്നാൽ അങ്ങേയറ്റത്തെ ഹൃദയവേദനയോടുകൂടി പറയാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഏവർക്കും ESP പാരാനോർമൽ അതീന്ദ്രിയം എന്ന ചാനലിന്റെ പുതിയൊരു സെക്ഷനിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാവുന്നൊരു കാര്യമാണ് എൻ്റെ അമ്മയുടെ വിയോഗം. ഭൂമിയിൽ പ്രത്യക്ഷ ബന്ധുവായിട്ടുണ്ടായിരുന്ന ഒരേ ഒരാള് കടന്നുപോയി. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്നൊരു കാര്യം, നമ്മൾ എത്രത്തോളം ഈ ആത്മീയ തലങ്ങളിൽ സഞ്ചരിച്ചാൽ ഇപ്പൊ നമ്മുടെ ജീവിതത്തിന് മുമ്പിലേക്ക് കൊണ്ടുപോകാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ചില കൂടുകൾ അല്ലെങ്കിൽ ചില സങ്കേതങ്ങൾ നമ്മളിവിടെ ഒരുക്കി വെക്കുന്നു, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ശക്തികൾ ഉണ്ടാക്കി വെക്കുന്നു, നമ്മളത് തിരഞ്ഞെടുക്കുന്നു, പല രീതിയിൽ തന്നെ വ്യാഖ്യാനിക്കാം. അപ്പൊ അങ്ങനെ എനിക്കുണ്ടായിരുന്ന ഒരേ ഒരു ആശ്രയം, രണ്ടുപേരുണ്ടായിരുന്നു, എൻ്റെ ഗ്രാൻഡ് മദറും എൻ്റെ അമ്മയും. ഗ്രാൻഡ് മദർ 1996 ഇവിടുന്ന് പോയി. അപ്പോൾ ഈ പറഞ്ഞ സംഭവം എന്ന് പറയുന്നത് ജൂലൈ 6 മുതൽ ജീവിതത്തിലുണ്ടായ എക്കാലത്തെയും എൻ്റെ ഏറ്റവും വലിയ മുറിവായിട്ട്, ഏറ്റവും കൂടുതൽ എന്നെ വേട്ടയാടുന്ന ഒരു സംഭവമായിട്ട് അത് മാറുകയാണ്. ജൂലൈ 6 അമ്മയ്ക്ക് ചെറിയൊരു ദേഹാസ്വാസ്ഥ്യം ഉണ്ടാകുന്നു. അപ്പൊ അതിനെ തുടർന്ന് അമൃതയിലെ എൻ്റെ ഫ്രണ്ടായിട്ടുള്ള ഡോക്ടറെ വിളിക്കുന്നു. അപ്പൊ ഡോക്ടർ ലക്ഷണങ്ങൾ കേട്ടിട്ട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, അടുത്തുള്ള ഗോകുലം മെഡിക്കൽ കോളേജിൽ എൻ്റെ ഫ്രണ്ടായിട്ടുള്ള ഡോക്ടർ ഉണ്ട്, അതിൻ്റെ പേര് ഡോക്ടർ മനോജ് എന്നാണ്, അദ്ദേഹത്തിനെ ഒന്ന് കൺസൾട്ട് ചെയ്യാം. അപ്പൊ അദ്ദേഹത്തെ വിളിക്കുമ്പോൾ അദ്ദേഹം ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങാനുള്ള ഒരു തയ്യാറെടുപ്പിലായിരുന്നു. എന്നാൽ അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് വന്നാൽ മതി. അപ്പൊ ഞാൻ വീട്ടിലേക്ക് പോകുന്നു. അമ്മ എപ്പോഴും ആ സമയത്തൊന്ന് വൊമിറ്റ് ചെയ്യുകയും അമ്മ കുറച്ച് ടയേർഡ് ആവുകയും ചെയ്തു. അപ്പൊ ഹോസ്പിറ്റലിൽ എത്തി ഇദ്ദേഹത്തിനെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് അമ്മയ്ക്ക് സ്ട്രോക്കാണ്, അപ്പൊ അമ്മ എത്രയും പെട്ടെന്ന് തന്നെ ഇടണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, അന്ന് രാത്രിയോട് കൂടി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. പിന്നെ അതിനെ തുടർന്നുണ്ടാകുന്ന ഒരു 3-4 ദിവസം, അപ്പൊ അന്ന് ചെന്നപ്പോൾ തന്നെ ഒബ്സർവേഷനിൽ പറഞ്ഞു ചിലപ്പോൾ ഒരു സൈഡ് പാരലൈസ് ആയി പോകാം, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയ സിറ്റുവേഷൻ ആണ്. ബാക്കി മെഡിക്കൽ കെയർ അവർ വേണ്ടത്ര കെയർ കൊടുക്കുന്നു. അന്ന് തന്നെ രാത്രി തന്നെ ICUലേക്ക് മാറ്റുന്നു. പിന്നെയുള്ളൊരു 3-4 ദിവസം ഈ ICUവിന്റെ പുറത്തുള്ള ഒരു കാത്തിരിപ്പും അതിന്റെ പുറത്തുള്ള ഒരു എന്താ പറയുക, ആ ഒരു വല്ലാത്തൊരു അവസ്ഥയും ഒക്കെ നമ്മൾ പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം. അപ്പൊ ഞാൻ കൂടുതലും ഇരുന്ന സമയത്ത് നാമജപങ്ങളിലേക്ക് മുഴുകി. ആ സമയത്ത് ഒരുപാട് ആചാര്യന്മാരും അതുപോലെ തന്നെ സ്പിരിച്വൽ സീക്കേഴ്സും എല്ലാം വളരെ ശക്തമായ പിന്തുണയുമായിട്ട് വരികയും അവരെല്ലാവരും തന്നെ പ്രാർത്ഥനകളിൽ അമ്മയെ ഉൾപ്പെടുത്തുകയും ചെയ്തു. അപ്പൊ ആ സമയത്തെല്ലാം ഇങ്ങനെ നിരന്തരമായ പ്രാർത്ഥന ചെയ്തുകൊണ്ടിരിക്കുന്ന അതിന്റെ ഒരു എന്താ പറയുക, ഒരു എനർജി നമ്മളിലേക്ക് വരുന്നത് അറിയാം. അപ്പൊ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നു ഡോക്ടേഴ്സുമായിട്ട് സംസാരിക്കുമ്പോഴൊക്കെ. അപ്പൊ പലരും പല കോണുകളിൽ നിന്ന് വിളിച്ച് പറയുന്നുണ്ട്, ഇത് കുറച്ച് മോശമായിട്ടുള്ള ലക്ഷണങ്ങളാണ് നമുക്ക് കിട്ടുന്നത്, അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ടിരിക്കണം എന്നൊക്കെ പറയുന്നു. ഞാനും എന്നെ സ്വയം ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ എങ്കിലും ആ ഒരു നിമിഷം എന്ന് പറയുന്നത് നമുക്ക് പറഞ്ഞറിയാൻ കഴിയാത്ത ഒന്നാണ്. ഇപ്പൊ ഹനുമാൻ സ്വാമി ശ്രീരാമചന്ദ്ര ദേവൻ ഇവിടുന്ന് ദേഹം ഉപേക്ഷിച്ച് പോകുന്ന സമയത്തൊക്കെ അവർക്കുണ്ടായ, നമുക്കറിയാം അത്, കാരണം നമ്മളെല്ലാവരും തന്നെ ഈ ഒരു ചട്ടക്കൂടിനകത്ത് നിൽക്കുമ്പോൾ ഈ മാനുഷികമായുള്ള വേദനകളും ആകുലതകളും നമ്മെ വല്ലാതെ വേട്ടയാണ്. അപ്പൊ ഞാൻ ഈ പറഞ്ഞു വരുന്നത് അങ്ങനെയുള്ള ഒരു ദിവസം. അപ്പൊ ഇതുപോലെ എപ്പോഴും ആചാര്യന്മാർ വിളിച്ചുകൊണ്ടിരിക്കുന്നു. അവർക്ക് പലപ്പോഴും കിട്ടുന്ന സിഗ്നൽസ് അത്ര സുഖകരമായ സിഗ്നൽസ് അല്ല. എന്നാലും അവർ പറയുന്നു നാമജപത്തിന് അതിൻ്റെതായ ശക്തിയുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെ ഒരു പാർട്ടിങ്ങിന് വേണ്ടി തയ്യാറെടുക്കണം എന്നുള്ള രീതിയിൽ അവർ പറയുന്നു. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസം ഞാൻ വൈകുന്നേരം ഒരു കോണിപ്പടി കയറി വരുന്ന ഒരു ഭാഗത്ത് ഇരുന്ന് അപർണ മാഡവുമായിട്ട് സംസാരിക്കുകയായിരുന്നു. അപ്പൊ ആ സമയത്ത് മാഡം ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ ആ സമയത്ത് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, അപ്പൊ അരുൺ എന്ന് പറയുന്ന എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനപ്പോൾ ശ്രദ്ധിച്ചൊരു കാര്യം, എൻ്റെ ഓപ്പോസിറ്റ് ഉള്ള ഒരു വലിയ വിൻഡോ, അതൊരു ഫ്രഞ്ച് വിൻഡോ പോലെ വലിയൊരു വിൻഡോ ആണ്. ആ വിൻഡോയിൽ ഒരു പ്രാവ് ഇങ്ങനെ ഇരിക്കുന്നു. കൂടെ ആ പ്രാവ് ഇങ്ങനെ പറന്നു പോകാനായിട്ട് ശ്രമിക്കുന്നു. പക്ഷേ ഈ വാതിൽ അടഞ്ഞിരുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ജനലിന്റെ പാളികൾ അടഞ്ഞിരുന്നത് കൊണ്ട് അതിനെ പറന്നു പോകാനായിട്ട് സാധിക്കുന്നില്ല. അത് വീണ്ടും വന്ന് താഴെയിരിക്കുന്നു. അപ്പൊ ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും.
അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ആ ഒരു കൗതുകത്തില് അപ്പൊ ഫോൺ കട്ട് ചെയ്തു. അതിനുശേഷം ഈ ഒരു കൗതുകം പെട്ടെന്ന് എന്റെ മനസ്സിനെ അതിലെന്തോ ഒരു സിമ്പൽ ഉണ്ട് എന്ന് തോന്നിയത് കൊണ്ട് ഞാൻ ഒന്നുകൂടി അപർണ മാഡത്തിനെ വിളിച്ചു. അപ്പൊ മാഡം പറഞ്ഞു, ഇത് രാഹുവിന്റെയും കേതുവിന്റെയും പ്രതീകങ്ങളാണ്. ഈ വളഞ്ഞു വരുന്ന കോണിപ്പടി എന്ന് പറയുന്നതും അടഞ്ഞ ജാലകം എന്ന് പറയുന്നതും ഇതിന്റെ രണ്ടിന്റെയും പ്രതീകങ്ങളാണ്. അപ്പൊ നമുക്ക് കിട്ടുന്ന സിഗ്നൽ എന്ന് പറയുന്നത് അമ്മയുടെ പ്രാണൻ ഇവിടുന്ന് പോകാനായിട്ട് അങ്ങേയറ്റം ആഗ്രഹിച്ച് അതിനുവേണ്ടി ശ്രമിക്കുകയാണ്. പക്ഷെ നമ്മുടെ പ്രാർത്ഥനകളുടേതായ അതുപോലെ തന്നെ വഴിപാടുകളുടേതായ ഈ ഒരു എന്താ പറയുക, ഒരു കോട്ട അവിടെ സൃഷ്ടിക്കപ്പെട്ടു. അപ്പൊ അതിൻ്റെതായ ആ മതിലിനകത്ത് ഈ ആത്മാവ് കിടക്കുകയാണ് എന്നാണ് മാഡം അന്ന് പറഞ്ഞത്. അതെനിക്ക് വളരെയേറെ ആശ്വാസകരമായിട്ടൊരു മറുപടിയായിട്ട് തോന്നുകയും ചെയ്തു. അപ്പൊ അന്ന് രാത്രി പല പ്രാവശ്യങ്ങളിലായിട്ട് ഞാൻ വന്ന് നോക്കി ഈ പ്രാവ് അവിടെ ഉണ്ടോ പോയോ എന്നുള്ളത്. പക്ഷെ ദൈവാധീനം, പ്രാവ് അവിടുന്ന് പോയിട്ടില്ല. അപ്പൊ അന്ന് രാവിലെ ആയപ്പോൾ സ്വാഭാവികമായിട്ടും ജനൽ തുറക്കുന്നു പോകാം. പിന്നെ ഞാൻ അത് ശ്രദ്ധിച്ചില്ല, അതെന്തോ ആയിക്കോട്ടെ, അതിന്റെ സിമ്പൽ ഞാൻ വായിക്കാൻ ശ്രമിച്ചില്ല. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസം നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട തെരേസ മാഡം ഒക്കെ എപ്പോഴെപ്പോഴും എന്നെ വിളിച്ച് ഇങ്ങനെ ചോദിക്കാറുണ്ട്, കാര്യങ്ങളെല്ലാം അന്വേഷിക്കാറുണ്ട്. ഓരോ നിമിഷവും ഇങ്ങനെ അതിൽ ഇന്റർഫിയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ആ സമയത്ത്, കാരണം അവർക്ക് അമ്മയെ ജീവനോടെ കാണാൻ സാധിച്ചില്ല, അപ്പൊ പലപ്പോഴും ഇവിടെ വരണമെന്നൊക്കെ പ്ലാൻ ചെയ്തിരുന്നു, പക്ഷെ പറ്റിയില്ല. അപ്പൊ ആ ഒരു സമയത്ത് മാഡം എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഒരു ചിത്രം എൻ്റെ വാട്സപ്പിലേക്ക് അയച്ചിട്ട് പറഞ്ഞു, മാഡത്തിന്റെ റൂമിൽ, ലിത്വാനിയയിലെ മാഡത്തിന്റെ റൂമിൽ ഒരു അപ്പാരിഷൻ വന്നു. അപ്പൊ പല ഭാഗങ്ങളിലായിട്ട് പുള്ളിക്കാരി ചെയ്ത സൈക്കിക് കൺസൾട്ടേഷൻസിനെ കുറിച്ചൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ധാരാളം ഇങ്ങനെയുള്ള അനുഭവങ്ങൾ നമ്മുടെ അതിന് സാക്ഷ്യമായിട്ടുണ്ട്. അപ്പൊ അന്ന് പറഞ്ഞത് ഒരു രൂപം ഇങ്ങനെ വന്നു. അപ്പൊ വളരെ പെട്ടെന്ന് തന്നെ പുള്ളിക്കാരി അത് വരച്ചു. അപ്പൊ വരച്ചതിന് ശേഷം വേറെ പലരോടും ചോദിച്ചു ഇത് ആരോടെങ്കിലും. അപ്പൊ മാഡം ആ സമയത്ത് പിന്നെ എന്താ പറയുക, എടുത്തിട്ടുള്ള കേസുകളുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ആണോ എന്ന് പലരോടും അന്വേഷിച്ചപ്പോൾ അവർക്ക് ആർക്കും അതിനെ ഒരു പരിചിതത്വം തോന്നിയില്ല. അപ്പൊ ഈ സമയത്താണ് എന്റെ വാട്സപ്പിലേക്ക് ഈ ഫോട്ടോ അയച്ചിട്ട് ചോദിക്കുന്നത്, ഇത് ആരാണെന്ന് അറിയില്ല, സാറിന് എന്തെങ്കിലും ബന്ധമുള്ള ആളാണോ എന്ന് ചോദിച്ചു. അപ്പൊ എന്റെ കൂടെ നിന്ന് അരുൺ, അദ്ദേഹം ഒരു റാഷണലിസ്റ്റ് ആണ്. അപ്പൊ അദ്ദേഹം ഉടൻ തന്നെ നോക്കിയിട്ട് പറഞ്ഞു, ഇത് വീട്ടിൽ വെച്ചിരിക്കുന്ന അച്ഛന്റെ ഫോട്ടോയുമായിട്ട് നല്ല കണക്ഷൻ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാനും വല്ലാതെ ഞെട്ടിപ്പോയി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് അത് തീർച്ചയായിട്ടും അച്ഛന്റെ ഛായാചിത്രവുമായിട്ട് അത്രയേറെ എന്താ പറയാ സാമ്യമുള്ള ഒന്നായിരുന്നു. അപ്പൊ ആ ചിത്രം ഞാനിപ്പോ തീർച്ചയായിട്ടും ഇതിനോടൊപ്പം കാണിക്കുന്നുണ്ട്. അപ്പൊ ആ ചിത്രം അത് ഒരിക്കലും ഒരു ടെക്നിക്കൽ പെർഫെക്ഷനോട് കൂടി വരച്ച ഒരു ചിത്രമല്ല. കാരണം എന്ന് വെച്ചാൽ പുള്ളിക്കാരിക്ക് ഈ ആർട്ട് ഓഫ് എന്താ പറയാ ഡ്രോയിങ് അറിയാവുന്ന ഒരാളല്ല. പക്ഷെ എന്നിരുന്നാലും അവരുടെ മുറിയിൽ വന്ന അതിന്റെ സമയം ഉൾപ്പെടെ എല്ലാം അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ആ രീതിയിൽ വന്ന ഒരു അപ്പാരിഷൻ അത് തീർച്ചയായിട്ടും ഞാൻ അറിയുന്നു, എനിക്ക് കാണാൻ ഭാഗ്യമില്ലാതെ പോയ എൻ്റെ അച്ഛൻ്റെ തന്നെയാണ് എന്ന് മനസ്സിലാക്കുന്നു. അപ്പൊ അത് മാത്രമല്ല, അപ്പൊ കൂടുതൽ പിന്നെ നമ്മളിത് ആണെന്ന് കൺഫേം ചെയ്തതിനു ശേഷം നമ്മൾ അതിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നു. അപ്പൊ അതിൽ നമുക്ക് ഡെസിഫർ ചെയ്ത് കിട്ടിയ കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം കുറച്ച് ഗ്ലൂമിയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് മറ്റൊന്നുമല്ല, അപ്പൊ ഈ തലേദിവസം കണ്ട ഈ പ്രാവിന്റെ ഇതും തമ്മിൽ വളരെയേറെ ബന്ധമുണ്ട്. കാരണം വെച്ചാൽ ഈ അമ്മയുടെ ആത്മാവിനെ അല്ലെങ്കിൽ പ്രാണനെ കൊണ്ടുപോകാൻ തയ്യാറായിട്ട്, അല്ലെങ്കിൽ കൂടെ കൂട്ടാൻ എന്നായിരിക്കും ഞാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ കൂടെ കൂട്ടാനായിട്ട് നിൽക്കുന്ന അച്ഛന്റെ ഒരിത്. പക്ഷെ അതോടൊപ്പം തന്നെ ഞാൻ അനുഭവിക്കുന്ന മാനസിക വ്യഥയോടുള്ള അദ്ദേഹത്തിന്റെ ഒരു എന്താ പറയുക ഒരു ആറ്റിറ്റ്യൂഡ്. ഇപ്പൊ ചിലപ്പോഴൊക്കെ നമ്മൾ ചോദിക്കും, ആത്മാവിന്റെ തലത്തിൽ നിൽക്കുമ്പോൾ ഇങ്ങനെയുള്ള ഇമോഷണൽ ആയിട്ടുള്ള ഒരു ഹോട്ടിങ് ഉണ്ടാകുമോ? തീർച്ചയായിട്ടും ഉണ്ടാകുമെന്ന് വിശ്വസിക്കാൻ തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ ആ സമയത്ത് അദ്ദേഹം ഇങ്ങനെ ഒരു രീതിയിലുള്ള കമ്മ്യൂണിക്കേഷനാണ് അവിടെ നടത്തിയത് എന്നാണ് മനസ്സിലായത്. അതായത് ഞാൻ കൂടുതൽ ധൈര്യവാനാവുക എന്നുള്ള ഒരു മെസ്സേജ്. അപ്പോഴൊക്കെ ആ സമയത്താണ് എൻ്റെ പുസ്തകം ദ ഡിവൈൻ എക്കോസ് എന്ന് പറയുന്ന ബുക്കിന്റെ മിനുക്ക് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതിന്റെ പബ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇതെല്ലാം മനസ്സിൽ കിടക്കുകയാണ്. അപ്പോൾ അവിടെ വെച്ചാണ് ഞാൻ തീരുമാനിക്കുന്നത് പുസ്തകത്തിന്റെ കവർ പേജ് എന്ന് പറയുന്നത് അമ്മയുടെ ചിത്രം കൊടുക്കണം. അതിന് മുമ്പ് എൻ്റെ ഫോട്ടോ ആയിരുന്നു കവർ പേജ് ആയിട്ട് നിശ്ചയിച്ചിരുന്നത്. അപ്പൊ അവിടെ വെച്ച് എന്നെ തീരുമാനിക്കുന്നു ഇങ്ങനെ കൊടുക്കണം. അപ്പൊ എന്തായാലും ശരി, ഈ ഒരു വരവോടുകൂടി അല്ലെങ്കിൽ ഈ ഒരു ഇന്റർവെൻഷനോട് കൂടി പിന്നെ കാര്യങ്ങൾ കുറച്ച് മാറ്റം വരികയാണ്. അപ്പൊ അതിന്റെ അടുത്ത ദിവസം ഡോക്ടർ വരുന്നു. ഡോക്ടർ വന്നിട്ട് എന്നോട് പറഞ്ഞു കുറച്ച് കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ട്, പക്ഷെ സ്റ്റിൽ നമുക്ക്, അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക്, അപ്പൊ ആ സമയത്ത് ICU സൈക്കോസിസ് എന്നൊരു സ്റ്റേറ്റ് അമ്മയ്ക്ക് ഡെവലപ്പ് ചെയ്യുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ കുറെ ദിവസം ICUവിൽ കിടക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മനോവിഭ്രാന്തി. അപ്പൊ അവരെന്നെ വിളിച്ചു. ഞാൻ അവിടെ ചെല്ലുമ്പോൾ അമ്മ അറിയാലോ, ഈ മരണാസന്നരായ ആളുകൾ, മരിച്ചുപോയ ആളുകളെ കുറിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അമ്മ പറഞ്ഞു ഇങ്ങനെ അമ്മയുടെ കുഞ്ഞമ്മ ഇവിടെ നിൽപ്പുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറയുന്നു. വളരെ ഫ്രാൻറ്റിക്കായിട്ട് സംസാരിക്കുന്നു. അപ്പോഴും അമ്മയുടെ ഉള്ളിലുള്ള ആ ഒരു സാത്വിക ഗുണം എനിക്ക് മനസ്സിലായത്, അമ്മയുടെ പിന്നെ വിസർജ്യങ്ങൾ മാറ്റാൻ വേണ്ടി ഈ നഴ്സുമാര് ശ്രമിക്കുമ്പോൾ അല്ലെങ്കിൽ ആയമാര് ശ്രമിക്കുമ്പോൾ അവരെ വിലക്കുകയാണ് അമ്മ ചെയ്യുന്നത്. അമ്മ പറയുന്നത്
എന്നെ ശുചിയാക്കാൻ എനിക്കറിയാം. എന്റെ കുഞ്ഞമ്മ അവിടെ നിൽപ്പുണ്ട്, ഇവിടെ അടുത്തായിട്ട് വാഷ്റൂം ഉണ്ട്, ഞാൻ അവിടെ പൊക്കോളാം, എന്നെ വിട്ടാൽ മാത്രം മതി. ചെറിയ കുട്ടികൾ എന്റെ ശരീരത്തിലെ ഈ മാലിന്യങ്ങൾ മാറ്റുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, പിന്നെ ഞാൻ എന്തിനാ ജീവിച്ചിരിക്കുന്നത് അമ്മ ഇങ്ങനെ നെഞ്ചിലൊക്കെ ഇടിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പൊ ആ നിമിഷങ്ങളൊക്കെ നമ്മൾ ഓർത്തെടുക്കുമ്പോൾ വല്ലാത്തൊരു വികാര വിസ്ഫോടനത്തോടു കൂടി മാത്രമേ നമുക്ക് ഓർത്തെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്നിട്ട് അമ്മ പറഞ്ഞു, ഇതിനെല്ലാം കാരണം ആ ആളാണ്. ഞാൻ ആരാണ് അമ്മ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഞങ്ങളുടെ നാട്ടിലെ ഡേറ്റി ആയിട്ടുള്ള പണ്ടോട്ടപ്പം എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്, കിരാതമൂർത്തിയായിട്ട് എന്താ പറയുക ആരാധിക്കപ്പെടുകയും പിന്നീട് അത് ശിവസങ്കല്പത്തിൽ മാത്രം ശിവപാർവതി സങ്കല്പത്തിലേക്ക് വരികയും ചെയ്ത ഇലങ്കം ക്ഷേത്രം, അവിടുത്തെ ഈശ്വരനെയാണ് അമ്മ ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാവുന്നു. അപ്പൊ എന്തായാലും ആ ഒരു സ്റ്റേറ്റ് കുറെ സമയം കഴിയുമ്പോൾ അത് മാറുന്നു. അപ്പൊ ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടർ ബെറ്റർ നമുക്ക് ഒരു ജനറൽ വാർഡിലേക്ക് മാറ്റിയതിനു ശേഷം നമുക്ക് പേ വാർഡിലേക്ക് മാറ്റാം. അപ്പൊ അതിന് പ്രകാരം അവർ അതിലേക്ക് മാറ്റുന്നു. പിന്നെ പേ വാർഡിലേക്ക് വന്നപ്പോൾ, ജനറൽ വാർഡിലേക്ക് വന്നപ്പോൾ തന്നെ അമ്മ നോർമലായി. പിന്നെ പേ വാർഡിലേക്കും വന്നു. അതിനുശേഷം അമ്മ വളരെ പെട്ടെന്ന് തന്നെ റിക്കവറി സൈൻസ് കാണിക്കുന്നു. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു മറ്റെന്തെങ്കിലും മെഡിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ വരെ ഒരുപാട് ആളുകളുടെ മെഡിക്കൽ ഡോക്ടേഴ്സിന്റെയും നമ്മുടെ അഭ്യുദയകാംക്ഷികളുടെയും സ്പിരിച്വൽ മാസ്റ്റേഴ്സിന്റെ എല്ലാം ഗൈഡൻസ് എടുത്തുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് ഡിസ്ചാർജ് മേടിക്കുകയാണ്. അപ്പോൾ ഒരു ആഴ്ചത്തെ ആശുപത്രി വാസത്തിന് ശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വരുന്നു. അപ്പൊ ഇവിടെ വീട്ടിലേക്ക് എത്തുമ്പോൾ പിന്നെ വന്നു, ഗേറ്റിന്റെ അവിടെ കാർ നിർത്തി അകത്ത് കയറി ഞാൻ മുറിയൊക്കെ ഒന്ന് ക്ലെൻസ് ചെയ്തതിന് ശേഷം അമ്മ ഇങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് എന്നെ ഇവിടുത്തെ വൈദ്യുതി നിലച്ചു. അപ്പൊ എനിക്ക് മനസ്സിലായത് ഒരു നെഗറ്റീവ് സൈൻ ആണ്. പക്ഷെ എന്നിട്ടും വീണ്ടും നമ്മൾ പ്രാർത്ഥനയോട് കൂടി കുറെ ആൾക്കാരുണ്ടായിരുന്നു, കഞ്ഞിയെ കൊണ്ടുവന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. അതിനുശേഷം പിന്നെ നമ്മള് അമ്മയെ അകത്ത് കയറ്റി ഞാൻ പുറത്തിറങ്ങി നോക്കുമ്പോൾ വീടിന്റെ പുറത്ത് ആരോ ഒരാൾ ഒരു മുറിച്ച തേങ്ങ ഇങ്ങനെ വെച്ചിരിക്കുന്നത് കണ്ടു. അപ്പൊ അത് വീട്ടിലെ ഇരുന്ന തേങ്ങ ഇവിടെ ഹെൽപ്പ് ചെയ്യാൻ വരുന്ന ചേച്ചിയോടെയും പറഞ്ഞു, ചേച്ചി അത് കൊണ്ടുപോകണം. അപ്പൊ ഞാൻ ഓർത്തത് ചേച്ചി ഇത് എടുത്തുകൊണ്ട് വന്ന് കതവ് കൂട്ടാന്ന് എടുത്ത് അറിയാതെ ഇവിടെ വെച്ച് പോയെന്നാണ്. പക്ഷെ അതങ്ങനെ അല്ലായിരുന്നു. നമ്മുടെ വീടിന്റെ താഴെയുള്ള ഒരു ആള് പുള്ളി ഈ തേങ്ങ എടുത്ത് മാറ്റി ചേച്ചിക്ക് കൊടുക്കാൻ വേണ്ടി വെച്ചപ്പോൾ ഓർക്കാപ്പുറത്ത് അവിടെ വന്നതാണ്. പക്ഷെ അതൊരു ബാഡ് സൈൻ ആയിരുന്നു. അപ്പൊ നമ്മുടെ ആചാര്യന്മാരെ പറഞ്ഞു, ശരിക്കും വീട്ടിൽ വരുമ്പോൾ ഈ മുറിച്ച തേങ്ങ വെക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു. പക്ഷെ ഈ പ്രാർത്ഥനകൾ കൊണ്ട് അത് മാറി കിട്ടി എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ഒരു പോസിറ്റിവിറ്റി നമ്മൾ അവിടെ എടുക്കുകയും പിന്നീട് അമ്മ പതുക്കെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്ന സയൻസ് കാണിച്ചു തുടങ്ങുകയും ചെയ്തു. ഒരു കുറെ ദിവസത്തേക്ക്, ഒരു 3-4 ദിവസത്തേക്ക് അമ്മ വളരെ ആരോഗ്യത്തോടെ ഇരിക്കുകയും ചെയ്തു. അപ്പൊ ആ ഒരു അനുഭവമാണ് ഞാൻ ഇവിടെ പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിച്ചത്. അപ്പൊ ശരിക്കും ഇതിനെ തുടർന്ന് അമ്മ ഇവിടെ വീട്ടിൽ രണ്ടാമത്തെ പ്രാവശ്യം ഹോസ്പിറ്റലൈസ് ആയതിനു ശേഷം ഇവിടെ വന്നതിന് ശേഷം കാണിച്ച ഒരുപാട് ഡിവൈൻ മുദ്രകളുണ്ട്, ഒരുപാട് ധ്യാനാവസ്ഥകളുണ്ട്, അതിന്റെ ഒരു ട്രാൻസ്ഫർ ഉണ്ട്. തീർച്ചയായിട്ടും അതിനെക്കുറിച്ചുള്ള ഒരുപാട് പഠനങ്ങൾ ഇപ്പോഴും നടക്കുകയാണ്. അതിനെ തുടർന്ന് തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ ചെയ്യുന്നതാണ്. അപ്പൊ എങ്കിലും തെരേസ മാമിന്റെ മുമ്പിൽ ഇങ്ങനെ ഒരു അപ്പാരിഷൻ വന്നതും മാഡത്തിന് അത് വരയ്ക്കാൻ പറ്റിയതും ഒക്കെ ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു അനുഭവമായിട്ട് ഞാൻ മുതൽക്കൂട്ടുകയാണ്. നമ്മുടെ തൊട്ടടുത്തുള്ള ആളുകൾ പോകുമ്പോഴാണ് നമുക്ക് കൂടുതൽ പാഠങ്ങൾ ലഭിക്കുന്നത്. ഡോക്ടർ ബ്രയാൻ എൽവൈസ് പറഞ്ഞതുപോലെ നമ്മുടെ ചുറ്റാകുള്ള ഓരോരുത്തരും ഓരോ പാഠങ്ങൾ നമുക്ക് പഠിപ്പിച്ചുകൊണ്ടാണ് കടന്നു പോകുന്നത്. അപ്പൊ ഈ ഒരു അനുഭവം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കണമെന്ന് തോന്നി. അപ്പോൾ തെരേസ മാമിന് ഒരു ഹൃദയം നിറഞ്ഞ താങ്ക്സ് ഞാൻ പറയുകയാണ്. അതോടൊപ്പം തന്നെ ആ രൂപത്തിൽ അവിടെ പ്രത്യക്ഷപ്പെടുകയും എന്നെ ഉണർത്താൻ ശ്രമിക്കുകയും ചെയ്ത എൻ്റെ അച്ഛൻ എന്ന് പറയുന്ന ആ എന്താ പറയുക ആത്മാവിനും എല്ലാവിധ ശാന്തിയും നേർന്നുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഞാൻ ഇവിടെ നിർത്തുന്നു. താങ്ക് യു സോ മച്ച്.
ഈ ഒരു സമയത്ത് എനിക്ക് ബിജു സാറിന് നൽകാൻ സാധിക്കുന്ന ഒരു വലിയ സമ്മാനം എന്നുള്ളതിനേക്കാൾ ഉപരി ഒരു വലിയ ഓർമ്മ ആയിട്ട് ഈ ഒരു വേദിയിൽ സൂര്യകാലടി മനയിൽ നിങ്ങളുടെയൊക്കെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട പിതാവ് ബിജു സാറിൻ്റെ പിതാവിനെ നേരിട്ട് കണ്ടിട്ടില്ല. കാരണം ഉദരത്തിലായിരിക്കുമ്പോഴേ പിതാവ് ഡിപ്പാർട്ടായി. സാറിൻ്റെ അമ്മ ഹോസ്പിറ്റലൈസ്ഡായി കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ രാവിലെ ഞാനന്ന് ലിത്വേനയിലാണ്, എണീറ്റു കോഫിയൊക്കെ ഉണ്ടാക്കി മെഡിറ്റേഷനൊക്കെ കഴിഞ്ഞിങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ ഹോളിൽ, അപ്പോൾ ഏഞ്ചൽ അപ്പാരിഷനൊക്കെ ഒരു പക്ഷേ നിങ്ങൾ പലരും കണ്ടു കാണുമായിരിക്കും. അപ്പോൾ ആ ചാനൽസൊക്കെ ആരോ ഹാക്ക് ചെയ്തു കേട്ടോ. അപ്പോൾ അത് കാരണം ഞാനത് ഡിലീറ്റ് ചെയ്തു. വീണ്ടും നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യും. കാരണം നമ്മളൊരു ഡിവിനിറ്റിയിൽ വർക്ക് ചെയ്യുമ്പോൾ അതോടൊപ്പം തന്നെ നമ്മളെ എന്താ പറയുക, അറ്റാക്ക് ചെയ്യുന്ന വിവിധ എനർജി സ്രോതസ്സുണ്ട്. അപ്പോൾ സ്വാമിമാർക്കും തിരുമേനിക്കൊക്കെ അത് വളരെ നന്നായിട്ട് അറിയാവുന്ന കാര്യം. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് വന്നതാണ്. വിഷമമുണ്ട്, പക്ഷേ എന്നിരുന്നാലും ഞാൻ റീസ്റ്റാർട്ട് ചെയ്യും. കാരണം നമ്മളത് ചെയ്തേ പറ്റുള്ളൂ, കർമ്മമാണ്. അപ്പം ബിജു സാറിൻ്റെ മുറിയിൽ, ആ ഹോളിൽ ഒരു സോൾ അപ്പാരിഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആരാണ് എന്നുള്ളത് എനിക്കറിയില്ല. കണ്ട രൂപം ഞാൻ വരച്ചു. എനിക്ക് പെയിൻറ്റിംഗ് ഒന്നും അറിയത്തില്ല, പക്ഷേ എന്നിരുന്നാൽ തന്നെ ഒരു പക്ഷേ നിങ്ങൾ വെബ്സൈറ്റ് നോക്കുകയാണെങ്കിൽ പെയിൻറ്റിങ്സൊക്കെ കാണാൻ സാധിക്കും. കണ്ട ആളുടെ ഫേസ് ഞാൻ വരച്ചു. അതിൻ്റെ റെക്കോർഡിംഗ് ഉണ്ട്. അത് വരച്ചിട്ട് ഞാൻ അജീമയ്ക്ക് ഇട്ട് കൊടുത്തു. അജീമ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇല്ല മോളെ എനിക്കറിയില്ല, എൻ്റെ ആരുമല്ല എന്ന് പറഞ്ഞു. അജീമ എനിക്ക് ബുദ്ധി പറഞ്ഞു തന്നു, ഒരു പക്ഷേ ബിജു സാറിൻ്റെ പിതാവാകാം. കാരണം ബിജു സാറിൻ്റെ അമ്മ ആ സമയത്ത് ഹോസ്പിറ്റലൈസ്ഡാണ്. ഞാൻ പറഞ്ഞു ശരി, ഞാൻ ചോദിച്ചു നോക്കാം. സാർ അപ്പോൾ ഹോസ്പിറ്റലിലാണല്ലേ? അമ്മയായിട്ട് ഹോസ്പിറ്റലിൽ. സാറിന് ഇട്ട് കൊടുത്തു. സാറ് വീട്ടിലിരിക്കുന്ന അച്ഛൻ്റെ ഒരു പിക്ചർ, ഒന്നല്ലേ ഉള്ളൂ സാറ്, ഒരു പിക്ചർ, അതെനിക്ക് തിരിച്ച് ഫോട്ടോ ഇട്ട് തന്നു. രണ്ടും സെയിം ആളാണ്. അപ്പോൾ ആ ഒരു ചിത്രം അച്ഛനെ ഞാൻ സാറ് നൽകുകയാണ് ചിത്രത്തിൻ്റെ രൂപത്തിൽ. എന്നൊന്നും എൻ്റെ ഓർമ്മയ്ക്കായി കാത്തു സൂക്ഷിക്കാൻ. താങ്ക് യു.